സോ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റിന്റെ യൂസസ് ആണ്, അല്ലെങ്കിൽ വൈദ്യുതിയുടെ താപഫലത്തിന്റെ കുറച്ച് ഉപയോഗങ്ങളാണ് പറയുന്നത്. അതിൽ രണ്ടെണ്ണമാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഒന്ന് നിക്രോമും അടുത്ത സേഫ്റ്റി ഫ്യൂസും. അപ്പോൾ ആദ്യം പറയുന്നത് നിക്രോമിനെ പറ്റിയാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ്ജ സംരക്ഷണ നിയമം അനുസരിച്ച് ഉണ്ടാകുന്ന ഒരു ഊർജ്ജത്തെ മറ്റൊരു രൂപത്തിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയും. അതിനെ നശിപ്പിക്കാനോ നിർമ്മിക്കാനോ കഴിയില്ല. സോ ഇവിടെ ഉണ്ടാകുന്ന നമുക്കറിയാം, ഇപ്പം ഈ ഹീറ്റ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെ എന്താ ഹീറ്റ് എനർജി, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി എന്തായി മാറ്റുന്നു? ഹീറ്റ് എനർജി ആയിട്ട് മാറ്റുന്നു. ഇവിടെ മെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് പറയുന്നതാണ്. ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി, അല്ലെങ്കിൽ എന്താ വൈദ്യുതോർജ്ജം താപോർജ്ജമാകും. അതിന്റെ ബേസിൽ നമ്മുടെ ദൈനംദിന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഡെയിലി ലൈഫിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നിക്രോമും ഒന്ന് സേഫ്റ്റി ഫ്യൂസും. നമുക്ക് പഠിക്കാനുള്ള രണ്ട് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൽ നിക്രോം എന്ന് പറയാൻ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന അയൺ ബോക്സ് അല്ലെങ്കിൽ തേപ്പ് പെട്ടിയിൽ ഹീറ്റിംഗ് കോയിലാണ്. ഹീറ്റിംഗ് കോയിൽ മീൻസ് എന്താ, നമ്മുടെ ഒരു വൈദ്യുതി കടത്തി വരുമ്പോൾ അല്ലെങ്കിൽ വൈദ്യുതി ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് അതിന് എന്ത് ചെയ്യും, ചൂട് എന്ത് ചെയ്യും, പുറന്തള്ളപ്പെടും. അതാണ് ഹീറ്റിംഗ് കോയിൽ എന്ന് പറയുന്നത്. സോ നിക്രോം ആണ് അവിടെ നമ്മുടെ അയൺ ബോക്സിൽ ഉപയോഗിക്കുന്നത്. ഈ നിക്രോമിന്റെ പ്രത്യേകത, നിക്രോം എന്ന് പറയുന്ന അലോയ് ആണ്. എന്താണ് അലോയ് എന്ന് പറഞ്ഞാൽ? അലോയ് എന്ന് പറഞ്ഞാൽ ലോഹ സങ്കരങ്ങളാണ്, പല ലോഹങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. ഏതൊക്കെയാ? ഒന്ന് നിക്കൽ, അടുത്തത് ക്രോമിയം, അടുത്തത് അയൺ. ഈ മൂന്ന് ലോഹങ്ങൾ ചേർന്നിട്ടുള്ള ഒരു അലോയ് ആണ് എന്ന് പറയുന്നത് നിക്രോം എന്ന് പറയുന്നത്. ഈ നിക്രോം ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കാൻ കുറച്ച് പെക്യുലാരിറ്റി, ഇതിന്റെ മെയിൻ 3 പെക്യുലാരിറ്റീസ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ പെക്യുലാരിറ്റി, ഇതിന് ഹൈ റെസിസ്റ്റിവിറ്റി ആണ്. ഹൈ റെസിസ്റ്റിവിറ്റിയെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റിവിറ്റി 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈ റെസിസ്റ്റിവിറ്റി ആണ്. രണ്ടെന്ന് പറയുന്നത് എന്താ, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഹൈ മെൽറ്റിംഗ് പോയിന്റ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് എബിലിറ്റി ടു റീറ്റെയിൻ red hot condition for long time. So ability to retain red hot condition for a long time without oxidation. That means oxidation undergo ചെയ്യാതെ. Oxidation means ഓക്സീകരണം. Okay, ഓക്സീകരണത്തിന് വിധേയമാവാതെ കുറേ നേരം ചുട്ടുപഴുത്ത നല്ല ചുമചുമാതിരിക്കുന്ന ചുട്ടുപഴുത്ത രീതിയിൽ നിൽക്കാനുള്ള കണ്ടീഷൻ, അല്ലെങ്കിൽ അത് റീറ്റെയിൻ ചെയ്യുക, അതിന്റെ കണ്ടീഷൻ റീറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇത് റീറ്റെയിൻ ചെയ്യാനുള്ള കാര്യം ആർക്കുണ്ട്? നിക്രോമിന്. അപ്പൊ ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് നിക്രോമിനെ നമ്മൾ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് ഹൈ റെസിസ്റ്റിവിറ്റി, ദാറ്റ് മീൻസ് ഉയർന്ന റെസിസ്റ്റിവിറ്റി. അടുത്തത് എന്താ, ഹൈ മെൽറ്റിംഗ് പോയിന്റ് മീൻസ് ദ്രവണാങ്കം എന്ന് പറയും, ഉയർന്ന ദ്രവണാങ്കം. അടുത്ത എബിലിറ്റി ടു റീറ്റെയിൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം, അതായത് ഓക്സിഡൈസേഷന് വിധേയമാവാതെ എന്താ റെഡ് ഹോട്ട് കണ്ടീഷൻ കുറേ നേരത്തേക്ക് അറ്റൈൻ ചെയ്യാൻ അതിന് പറ്റും. ഈ കണ്ടീഷൻ കൊണ്ടാണ് നമ്മൾ നിക്രോമിനെ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നോക്കി അല്ലെ, ഇവിടെ വരുന്ന നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് എനർജി, ഹീറ്റ് എനർജി, അല്ലെങ്കിൽ എന്താ താപോർജ്ജമാക്കി മാറ്റുന്നില്ലേ നിക്രോം ചെയ്യുന്നത്. ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക് എനർജി കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി, അതായത് വൈദ്യോർജ്ജം താപോർജ്ജമാവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്? ഈ 3 പെക്യുലാരിറ്റി പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് നിക്രോം? നിക്രോമിന്റെ പെക്യുലാരിറ്റീസ് എന്താണ്? നിക്രോം എന്താണെന്ന് ചോദിക്കുക. നിക്രോം ഈസ് ആൻ അലോയ് ഓഫ് നിക്കൽ, ക്രോമിയം, അയൺ. എന്താണ്, നിക്കലിന്റെയും ക്രോമിയത്തിന്റെയും അയണിന്റെയും ഒരു ലോഹ സങ്കരമാണ് നിക്രോം എന്ന് പറയുന്നത്. ഇനി എന്ത് പെക്യുലാരിറ്റീസ് കൊണ്ടാണ് അത് ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത്? വൈ ദ നിക്രോം ഈസ് യൂസ്ഡ് ആസ് എ ഹീറ്റിംഗ് കോയിൽ? വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് എന്ന് ചോദിച്ചാൽ എന്താ, ഹൈ റെസിസ്റ്റിവിറ്റി ആണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, എബിലിറ്റി ടു റീറ്റെയിൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം without being ഓക്സിഡൈസേഷൻ വിധേയമാവാതെ എന്ത് ചെയ്യും, റെഡ് ഹോട്ട് കണ്ടീഷൻ കുറേ നേരത്തേക്ക് ചുട്ടുപഴുത്ത് നല്ല ചൂടോടെ നിൽക്കാനുള്ള കണ്ടീഷൻ ആർക്കുണ്ട്? നിക്രോമിനുണ്ട്. അപ്പൊ ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. റെസിസ്റ്റിവിറ്റി എന്താ? റെസിസ്റ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. R is equal to rho L by A ആണ്. R is equal to rho L by A, അല്ലെങ്കിൽ R is equal to rho L by A. അവിടെ ഈ റോ എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ എന്ത് വിളിച്ച്? റെസിസ്റ്റിവിറ്റി എന്ന് വിളിച്ചു. 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥ റെസിസ്റ്റൻസ് തന്നെയാണ്, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധം തന്നെയാണ്. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിരോധം തന്നെയാണ്. പ്രതിരോധത്തിന്റെ മറ്റൊരു രൂപമാണ് എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. സോ ഇതാണ് നിക്രോം എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഈ പെക്യുലാരിറ്റീസ്. ഓക്കെ, അപ്പം
നിക്രോം ഒരു ഹീറ്റിംഗ് കോയിൽ, നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ഹീറ്റിംഗ് കോയിലാണ് നിക്രോം എന്ന് പറയുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത് എനിക്ക് ചോദിക്കണം, വാട്ട് ഈസ് ദ എനർജി കൺവേർഷൻ ടേക്സ് പ്ലേസ് ഇൻ എന്താ അയൺ ബോക്സ് അല്ലെങ്കിൽ നിക്രോമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എഴുതാം, ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി അല്ലെങ്കിൽ എന്താ വൈദ്യുതോർജ്ജം താപോർജ്ജമായൊക്കെ മാറും. അതുപോലെ തന്നെ എന്താണ് ഈ നിക്രോം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാം. നിക്രോം ഒരു അലോയ് ആണ്, എന്താ നിക്കൽ ക്രോമിയം അയണിന്റെ ഒരു എന്താ അലോയ് ആണ്. ഇനി അടുത്ത് വരുന്ന സേഫ്റ്റി ഫ്യൂസ്. അപ്പോൾ നമ്മൾ നിക്രോമാണ് നേരത്തെ പറഞ്ഞു, ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റിൽ നമ്മൾ പറഞ്ഞ നിക്രോമാണ് അല്ലെങ്കിൽ വൈദ്യുത താപഫലത്തിൽ പറഞ്ഞ നിക്രോമാണ് നേരത്തെ പറഞ്ഞത്. അടുത്ത് ഇനി പറയാൻ പോകുന്നത് സേഫ്റ്റി ഫ്യൂസ് ആണ്. ഈ സേഫ്റ്റി ഫ്യൂസിന്റെ എന്താ പറയുക, സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുള്ളതാണ് സേഫ്റ്റി ഫ്യൂസ് അല്ലെങ്കിൽ ഫ്യൂസ് എന്നൊക്കെ നമ്മൾ പറയാറ്. എന്ന് പറയുന്നത് നമ്മുടെ അധികമായിട്ട് കറണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വൈദ്യുതി ഉപകരണങ്ങൾ എന്ത് ചെയ്യും, അധിക കറണ്ട് ഇപ്പം അത് എടുക്കുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് ലോഡ് വന്നു കഴിഞ്ഞാൽ അതെല്ലാം അടിച്ചു പോകും. സോ അതിനെ എന്ത് ചെയ്യാൻ, അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സേഫ്റ്റി ഫ്യൂസ് വീട്ടിൽ ഉപയോഗിക്കാറുള്ളത്. സേഫ്റ്റി പിന്നെ MCB LCB ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സേഫ്റ്റി ഫ്യൂസിനെ പറ്റിയാണ് നമുക്ക് ഇനി പറയുന്നത്. അത് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ബേസിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ വൈദ്യുത താപഫലവുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഈ സേഫ്റ്റി ഫ്യൂസിന്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഫ്യൂസ് വയർ ആണ്. ഫ്യൂസ് വയർ നമ്മൾ പൊട്ടിപ്പോയി അല്ലെങ്കിൽ ഫ്യൂസ് വയർ കെട്ടിടാറെന്നൊക്കെ പറയാറുണ്ട്. സോ ഫ്യൂസ് വയർ ആണ്. ഈ ഫ്യൂസ് വയർ എന്ന് പറയുന്നത് നമ്മുടെ ടിന്നിന്റെയും ലെഡിന്റെയും അലോയ് ആണ്. ടിന്നിന്റെയും ലെഡിന്റെയും അലോയ് ആണ്. അല്ലെങ്കിൽ എന്താ ലോഹസങ്കരമാണ്. ടിന്നിന്റെയും ലെഡിന്റെയും ലോഹസങ്കരമാണ്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ഈ ടിൻ എന്ന് പറയുന്ന കോമ്പോസിഷൻ 50%, അതുപോലെ തന്നെ ലെഡും 50%, 50-50% ആണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫ്യൂസ് വയറിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ടിന്നും ലെഡും അല്ലെങ്കിൽ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ് ആണ്. 50% ആണ് ടിന്ന്, 50% ലെഡ് ആണ്. ഇനി ഇതെന്താ ചെയ്യുന്നത്, ഇതെന്ന് പറയുന്നത് എക്സസ് ആയിട്ട് നമ്മുടെ വീട്ടിലെ വൈദ്യുതീകരണം, ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ എക്സസ് ആയിട്ട് കറണ്ട് വരുന്ന വഴിക്ക് എന്ത് ചെയ്യുന്നു, ഈ ഫ്യൂസ് വയർ എന്ത് ചെയ്യുന്നു, പൊട്ടിപ്പോകുന്നു. സോ ഇതിന് കുറച്ച് പെക്യുലാരിറ്റീസ് ഉണ്ട്. നമ്മൾ നിക്രോം വയറിൽ പറഞ്ഞ അതേ പെക്യുലാരിറ്റീസ് ആണ് ആർക്കുള്ളത്, നമ്മുടെ അതേപോലുള്ള പെക്യുലാരിറ്റി സേഫ്റ്റി ഫ്യൂസിനുണ്ട്. സേഫ്റ്റി ഫ്യൂസിന്റെ പെക്യുലാരിറ്റി ഒന്നെന്ന് പറയുന്നത് നമ്മൾ പറയാൻ പോകുന്നത് ഇതിന് എന്താണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ്. നമ്മൾ എവിടെ പറഞ്ഞു, നിക്രോമിന്റെ കേസിൽ ഹൈ മെൽറ്റിംഗ് പോയിന്റ് പറഞ്ഞെങ്കിലും ഇതിന്റെ കേസിൽ നമ്മൾ പറയാൻ പോകുന്നത് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. എന്താ, ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിന്റ് ലോ ആണ്, ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അടുത്തത് പിന്നെ പറയാൻ പോകുന്നത് എന്താ, ഹൈ ഡക്റ്റിലിറ്റി ആണ്. ഹൈ ഡക്റ്റിലിറ്റി ആണ്. പിന്നെ പറയാൻ പോകുന്നത് എന്താ, അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഹൈ ഡക്റ്റിലിറ്റി, ലോ മെൽറ്റിംഗ് പോയിന്റ്, പിന്നെ നമുക്ക് ഇത് പറയാറുണ്ട് അതിന്റെ ലെഡിന്റെ കോമ്പോസിഷൻ ആണെന്ന് നമ്മൾ പറയാറുണ്ട്. സോ ലോ മെൽറ്റിംഗ് പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, അല്ലെങ്കിൽ എന്താ, താഴ്ന്ന ദ്രവണാങ്കം. ദാറ്റ് മീൻസ് എക്സസ് ആയിട്ട് കറണ്ട് വന്നാൽ പെട്ടെന്ന് എന്ത് ചെയ്യണം, അത് മെൽറ്റ് ചെയ്ത് പോകണം. അതാണ് ലോ മെൽറ്റിംഗ് പോയിന്റ് പറയാം. ഹൈ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, വലിച്ചു നീട്ട് അല്ലെങ്കിൽ വയറുകൾ തിന്നു വയറുകളാക്കുന്നതിന് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയാറുണ്ട്. സോ ഹൈ ഡക്റ്റിലിറ്റി ആണ്. ഇനി ഇത് രണ്ടെണ്ണമാണ് മെയിൻ ആയിട്ട് നമ്മുടെ സേഫ്റ്റി ഫ്യൂസിന്റെ അല്ലെങ്കിൽ പ്രത്യേക പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. സേഫ്റ്റി ഫ്യൂസിന്റെ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ലോ മെൽറ്റിംഗ് പോയിന്റും ഹൈ ഡക്റ്റിലിറ്റി. സോ ഫ്യൂസ് വയർ ആണ് ഇത് മെയിൻ കമ്പോണന്റ്. ടിന്നും ലെഡും ആണ് അതിന്റെ അലോയ് ആണ്. 50% ടിന്നും 50% ലെഡും ആണ്. ഇനി ഈ രണ്ട് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ രണ്ട് പ്രത്യേകത കൊണ്ടാണ് നമ്മൾ സേഫ്റ്റി ഫ്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, സേഫ്റ്റി ഫ്യൂസിന്റെ ഈ രണ്ട് പ്രത്യേകതകൾ കൊണ്ടാണ് നമ്മൾ സേഫ്റ്റി ഫ്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാ, ലോ മെൽറ്റിംഗ് പോയിന്റും ആണ്, ഹൈ ഡക്റ്റിലിറ്റിയും ആണ്. ഓക്കെ, സോ ഈ രണ്ട് പെക്യുലാരിറ്റി ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സേഫ്റ്റി വാട്ട് പെക്യുലാരിറ്റീസ് ഓഫ് സേഫ്റ്റി ഫ്യൂസ് ചോദിച്ചിട്ടുണ്ട്. ലോ മെൽറ്റിംഗ് പോയിന്റും ഹൈ ഡക്റ്റിലിറ്റിയും ആണ്. ഇനി ഈ സേഫ്റ്റി ഫ്യൂസ് അല്ലെങ്കിൽ ഈ സുരക്ഷാ ഫ്യൂസ് എന്ന് മലയാളത്തിൽ പറയാം. സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കാൻ നമ്മൾ രണ്ട് കണ്ടീഷൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അത് രണ്ട് കണ്ടീഷൻ സമയത്താണ് നമ്മൾ സേഫ്റ്റി ഫ്യൂസ്. ഒന്ന് ഷോർട്ട് സർക്യൂട്ട് പറയാം. നമ്മൾ ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡിങ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്, ഈ രണ്ട് കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സേഫ്റ്റി ഫ്യൂസ് യൂസ് ചെയ്യുന്നത്. എന്താണ് ഷോർട്ട് സർക്യൂട്ട്, എന്താണ് ഓവർലോഡിങ്, നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിലും ഒരു പോസിറ്റീവ് മീൻസ് ഒരു പോസിറ്റീവ് ടെർമിനൽ ഒരു പോസിറ്റീവ്, ദാറ്റ് മീൻസ് രണ്ട് മെയിനുകൾ തമ്മിൽ കോൺടാക്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ കണ്ടീഷനാണ് നമ്മൾ എന്താ പറയുന്നത്, ഷോർട്ട് സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഓവർലോഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലഗിനകത്തോ ആവശ്യമില്ലാത്ത ഒരു അഡാപ്റ്റർ വെച്ച് എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉള്ള ഇൻസ്ട്രുമെന്റ് എല്ലാം കൂടെ ഒരുമിച്ച്, ദാറ്റ് മീൻസ് അതിൽ നിന്ന് എടുക്കുന്ന ലോഡിനേക്കാളും ആവശ്യത്തിന് കൂടുതൽ ലോഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് എടുക്കുന്നു. സോ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓവർലോഡിങ്. ഈ രണ്ട് കണ്ടീഷൻ സമയത്താണ് സേഫ്റ്റി ഫ്യൂസ്. നമുക്കറിയാം, ഇപ്പം രണ്ട് മെയിൻ വയേഴ്സ് അല്ലെങ്കിൽ രണ്ട് മെയിൻ ലൈൻസ്, ആ രണ്ട് മെയിൻ ലൈൻസ് തമ്മിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഇതിന്റെ നെറ്റ് എഫക്റ്റ് ആണ് കിട്ടുന്നത്. നെറ്റ്
എഫക്ട്. ദാറ്റ് മീൻസ് ആ രണ്ടും കൂടെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് ഇതിലൂടെ ഒഴുകുന്ന വോൾട്ടേജ് രണ്ടും കൂടെ എന്ത് ചെയ്യുന്നു, മെർജ് ചെയ്യുക, അല്ലെങ്കിൽ അത് രണ്ടും കൂടെ ചേർന്ന് എന്ത് ചെയ്യും, മൊത്തത്തിലുള്ള നെറ്റ് എഫക്റ്റ് ആണ് നമുക്ക് ഇപ്പുറത്ത് കിട്ടുന്നത്. ഇപ്പുറത്തുനിന്ന് വരുന്നത് രണ്ടായിട്ട് വരുന്നത്, ഇവിടെ നിന്ന് രണ്ടായിട്ട് വരുന്നെങ്കിലും ഈ രണ്ടും കൂടെ കോൺടാക്ട് ആ കണ്ടീഷനാണ് നമ്മൾ എന്താ പറയുക, ഷോർട്ട് സർക്യൂട്ട് എന്ന്. രണ്ട് മെയിനുകൾ തമ്മിൽ ഷോർട്ട് ആകുമ്പോൾ, ആ രണ്ട് കണ്ടീഷനിൽ വരുമ്പോൾ ഇപ്പോഴത്തെ വരുമ്പോൾ ഇത് രണ്ടിന്റെയും കൂടെ എഫക്റ്റ് ആണ്. സോ അതിപ്പോ നമുക്ക് നമ്മുടെ വീട്ടിലെ ഇൻസ്ട്രുമെന്റ്സ് ഒരു എഫക്റ്റ് മാത്രമേ താങ്ങാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ രണ്ട് എഫക്റ്റോട് വരുമ്പോൾ എന്ത് ചെയ്യും, അത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ വീട്ടിലെ ഇൻസ്ട്രുമെന്റ്സിന് കേടായി. സോ ആ കണ്ടീഷനിൽ നമ്മൾ ഷോർട്ട് സർക്യൂട്ട്, രണ്ട് മെയിൻസ് തമ്മിൽ കോൺടാക്ട് വരുമ്പോൾ അത് എന്ത് ചെയ്യുന്നു, നെറ്റ് എഫക്റ്റ് ആയിട്ട് ഒരുപാട് കറണ്ട് അതിൻ്റെ കൂടെ വരികയും അതിനെ ഷോർട്ട് സർക്യൂട്ട്. ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു പ്ലഗ് പോയിന്റ് ചെയ്യുന്ന ആവശ്യമില്ലാതെ എല്ലാം അഡാപ്റ്റർ ഉപയോഗിച്ച് ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത് എന്നുള്ളത്. ദാറ്റ് മീൻസ് അതിൽ നിന്ന് എടുക്കുന്ന ഒരു ഇത്ര വോൾട്ടേജ് അല്ലെങ്കിൽ ഇത്ര ലോഡ് എടുക്കാൻ പറ്റും, അതിൽ കൂടുതൽ ലോഡ് നമ്മൾ അതിൽ നിന്ന് വലിച്ചെടുക്കുന്നതിനാണ് നമ്മൾ വിളിക്കുന്നത് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഈ കണ്ടീഷനൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്. ഈ രണ്ട് കണ്ടീഷനാണ് മെയിൻ ആയിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കാറുള്ളത്. ഈ സേഫ്റ്റി ഫ്യൂസ് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ഗൃഹവൈദ്യുതീകരണം അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ചോദിക്കുന്നത്. അതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, നമ്മൾ എപ്പോഴും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുള്ളൂ. സീരീസ് ആയിട്ട് നമ്മൾ സേഫ്റ്റി ഫ്യൂസ് കണക്ട് ചെയ്യാറുള്ളൂ. പിന്നെ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷനിൽ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് ഈ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ പാർട്ടിൽ, ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷനിൽ ആദ്യത്തെ പാർട്ടിൽ വരുന്ന ഒരു സാധനമാണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് സേഫ്റ്റി ഫ്യൂസിനെ പറ്റി മെയിൻ ആയിട്ട് പറയാനുള്ളത്. അതിന് സേഫ്റ്റി ഫ്യൂസിൽ മെയിൻ ആയിട്ടുള്ളത് ഫ്യൂസ് വയർ ആണ്. ആ ഫ്യൂസ് വയർ എന്തിന്റെ അലോയ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി ഈ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗം വരുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഷോർട്ട് സർക്യൂട്ടും ഒന്ന് ഓവർലോഡിങ്ങുമാണ്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് മെയിൻ ലൈനുകൾ കോൺടാക്ട് വന്ന് എക്സ്ട്രാ കറണ്ട് കൊടുക്കുമ്പോൾ അത് ഇൻസ്ട്രുമെന്റ്സിനെ എന്ത് ചെയ്യും, നമ്മുടെ ഇൻസ്ട്രുമെന്റ്സിനെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങളെ ബാധിക്കും. അതിനെയാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓവർലോഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു എമൗണ്ട് എടുക്കുന്നതിന് പകരം ആവശ്യത്തിൽ കൂടുതൽ എമൗണ്ട് അതിൽ നിന്ന് എടുക്കുന്നതിന് പകരം ഒരുപാട് ക്വാണ്ടിറ്റി എമൗണ്ട് നമ്മൾ വലിച്ചെടുക്കുന്നതിന് നമ്മൾ വിളിക്കുന്നത് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. സോ ഈ രണ്ട് കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത്. ഇനി സേഫ്റ്റി ഫ്യൂസ് നമ്മുടെ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ അല്ലെങ്കിൽ ഗൃഹവൈദ്യുതീകരണത്തിന് എങ്ങനെ കണക്ട് ചെയ്യുള്ളൂ, നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുള്ളൂ. ഓക്കെ ആണോ? ഇനി നമ്മൾ പറയാൻ പോണത് പവറിനെ പറ്റിയാ പറയുന്നത്. ഇലക്ട്രിക് പവർ എന്താണ്? ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത് ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇലക്ട്രോണിക് അപ്ലയൻസ് ഇത്ര സമയം കൊണ്ട് എത്ര പവർ എടുത്തു എന്നതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഇലക്ട്രിക് പവർ എന്ന് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡെഫിനിഷൻ പറഞ്ഞേക്കുന്നത്, it is the amount of energy consumed by an electrical appliance in 1 second. ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് എന്തുമാത്രം എനർജി കൺസ്യൂം ചെയ്തു, എന്തുമാത്രം എനർജി എടുത്തു, അതിനെയാണ് വിളിക്കുന്നത് ഇലക്ട്രിക് പവർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വൈദ്യുത പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു വൈദ്യുത ഉപകരണം എന്തുമാത്രം എമൗണ്ട് ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ വൈദ്യോർജ്ജം എടുത്തു, ഇത്ര സമയം കൊണ്ട് എന്തുമാത്രം എമൗണ്ട് എനർജി എടുത്തു, അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത് ഇലക്ട്രിക് പവർ. നമ്മൾ 9ാം ക്ലാസ്സിൽ പവർ പഠിച്ചിട്ടുണ്ട്. P = W/T അല്ലെ? W ഇത്ര എന്താ അത് പഠിച്ചത്, എന്താ വർക്ക് ബൈ ടൈം ആണ് അല്ലെങ്കിൽ പ്രവൃത്തി ബൈ സമയമാണ് നമ്മളവിടെ പവർ പഠിച്ചത്. അവിടെ നമ്മൾ അതിന്റെ യൂണിറ്റ് എന്താ പഠിച്ചത്, എന്താ പവറിന്റെ യൂണിറ്റ് പഠിച്ചത്, വാട്ടാ പഠിച്ചത് അല്ലെ? അവിടെ വാട്ടും പഠിച്ചായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വേണം. സോ ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ എന്താ, ഇത്ര എമൗണ്ട് അല്ലെങ്കിൽ എന്താ ഇത്ര സമയത്തേക്ക് നമ്മുടെ ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ട്രിക്കൽ അപ്ലയൻസ് എടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയാണ് എന്ന് വിളിക്കുന്നത്, അതിന്റെ ഇലക്ട്രിക് പവർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ഇലക്ട്രിക് പവറിനെ പറ്റിയാണ് നമുക്ക് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ.